സീരിയലിലെ തിരക്കഥാകൃത്ത് കൂടെ ഇരുന്ന് എഴുതണമെന്ന് പറഞ്ഞ് എന്നെ പലതവണ വിളിച്ചു. നിരന്തരം ശല്യപ്പെടുത്തി. പോകാതിരുന്നപ്പോൾ ദേഷ്യപ്പെട്ടു അനുമോൾ. ബിഗ് സ്ക്രീനിലെ താരങ്ങളെ പോലെ തന്നെ സീരിയലിലൂടെയും കുടുംബ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ഒരുപാട് താരങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ മുൻപന്തിയിലുള്ള താരമാണ് അനുമോൾ. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ അനുമോൾ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് പ്രേക്ഷകർ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. അനുമോളുടെ എല്ലാ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കാറുണ്ട്. ഇപ്പോഴിതാ സീരിയൽ രംഗത്തോ അഭിനേതാക്കൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് പറയുകയാണ് അനുമോൾ. സീരിയൽ രംഗത്തേക്ക് വന്ന ആദ്യ നാളുകളിൽ ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ലൊക്കേഷനുകളിൽ ഒരു പരിഗണനയും ലഭിച്ചിരുന്നില്ലെന്നും അനുമോൾ തുറന്നു പറഞ്ഞു. പ്രോഗ്രാമിനും സീരിയലിലുമൊക്കെ പലപ്പോഴും ഞാനും അമ്മയും ബസ്സിലാണ് പോയിരുന്നത്. ലൊക്കേഷനിൽ നിന്ന് വണ്ടി കയറ്റും, പക്ഷേ എന്തെങ്കിലും പറഞ്ഞ് പാതി വഴി ഇറക്കി വിടും. ഞങ്ങൾക്ക് വെള്ളം പോലും ചില ലൊക്കേഷനിൽ നിന്ന് തരാറില്ല. 11-12 മണി വരെ ലൊക്കേഷനെ പിടിച്ചെടുത്തും. പോകണമെന്ന് പറഞ്ഞാലും പറഞ്ഞു വിടില്ല. സീനിയർ ആർട്ടിസ്റ്റിനോട് അങ്ങനെയൊന്നും കാണിക്കില്ല. ഇനി ഷൂട്ടിന് വിളിക്കാതിരുന്നാലോ എന്ന് കരുതി പ്രതികരിക്കില്ല. പെട്ടെന്നൊരു സൂചനയും തരാതെ കഥാപാത്രത്തെ ഒഴിവാക്കും. പ്രതികരിച്ചത് കൊണ്ട് ഒരു സീരിയലിൽ നിന്ന് എന്നെ മാറ്റിയിട്ടുണ്ട്. സീരിയലിലെ തിരക്കഥാകൃത്ത് കൂടെ ഇരുന്ന് എഴുതണമെന്ന് പറഞ്ഞ് എന്നെ പലതവണ വിളിച്ചിരുന്നു. പോകാതിരുന്നപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടു. നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തി. 2 പെൺമക്കൾ ഉള്ളതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. കൊടുക്കേണ്ടത് എൻ്റെ അച്ഛൻ നല്ലതുപോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ആ സീരിയലിൽ നിന്ന് എന്നെ ഒഴിവാക്കി. പിന്നെ മറ്റ് പല ചാനലുകളിലുമുള്ള സീരിയലുകളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു കഥാപാത്രത്തെ മാറ്റിക്കഴിഞ്ഞാൽ ആ ആർട്ടിസ്റ്റിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് മാറ്റിയെന്ന് പറയും. ഒരു സീരിയലിൻ്റെ ലൊക്കേഷനിൽ വെച്ച് ആഹാരം കഴിക്കുന്ന സമയം ഡയറക്ടർ എന്നെ തെറി വിളിച്ചു. എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് അയാൾ ചീത്ത പറഞ്ഞത്. ഇത് കഴിക്കാൻ വേണ്ടിയാണോ വന്നതെന്ന് ചോദിച്ചു. പിന്നീട് വന്ന് എന്നോട് ക്ഷമ പറഞ്ഞു. ആദ്യമായിട്ട് വരുന്ന കുട്ടികളെ ലൊക്കേഷനുകളിൽ വളരെയധികം ചൂഷണം ചെയ്യാറുണ്ട്. എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ അഹങ്കാരമാണെന്ന് പറയും. ഇപ്പോഴുള്ള ഒരു സമൂഹത്തിൽ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചാലും എല്ലാവരും വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ, അനുമോൾ പറയുന്നു. സ്വകാര്യ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് താരത്തിൻ്റെ പ്രതികരണം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്.